അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് മാസം 10-ാം തീയതി അല്ലെ 2025 മെയ് മാസം 10-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു 70 ദിവസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഒരു 70 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് സിലബസ് വരുന്നത്? ജനറൽ നോളജ് 30 മാർക്ക് അല്ലെ. ജനറൽ നോളജിന്റെ അകത്ത് 30 മാർക്കിനകത്ത് 15 മാർക്ക് ജനറൽ നോളജും 15 മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനും കൂടിയാണ് വരുന്നത്. കൂടാതെ അടുത്ത് എലിമെന്ററി ബുക്ക് കീപ്പിംഗ്, അതിന് എത്ര മാർക്കാണ്? അതിന് 30 മാർക്കാണ്. കൂടാതെ അടുത്തത് അരിത്തമെറ്റിക് മെൻസുറേഷൻ, അതിന് എത്ര മാർക്കാണ്? അതിന് 40 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിലാണ് പരീക്ഷ. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പരമാവധി ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കാനുള്ള രീതിയിലായിരിക്കും പരീക്ഷ PSC നടത്തുന്നത്. അത്ര കണ്ട് സീരിയസ്നെസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പഠിത്തം നിങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജികെക്കകത്ത് 15 മാർക്ക് ജികെക്കും 15 മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനുമാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 15 മാർക്ക് വേണ്ടിയിട്ട് 15 30 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദിവസം മാറ്റി വെക്കണം? സാധാരണഗതിയിൽ നിങ്ങൾ ജികെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജികെ പഠിക്കാം. കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കേരള, ഇന്ത്യ, വേൾഡ്, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക് കമ്പ്യൂട്ടർ, ഇങ്ങനെയാണ് ജികെക്കകത്തുനിന്നുള്ള ടോപ്പിക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. സാധാരണ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോകുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ മാറ്റിവെച്ചാൽ മതിയാകും. അടുത്തത് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 20 ദിവസം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള ഒരു ഭാഗമാണ് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിപ്രിസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ്സ്, റിസർവ് ഫണ്ട്, ബിൽ എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്സ്, OAH അക്കൗണ്ട്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ അക്കൗണ്ട്, മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഇങ്ങനെയാണ് ഈ എലിമെന്ററി ബുക്ക് കീപ്പിംഗിന്റെ സിലബസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ഭാഗം നിങ്ങൾക്ക് വിശദമായിട്ട് കവർ ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. ഞാൻ ആദ്യത്തെ ബേസിക് പഠനത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ, അതിൻ്റെ അകത്തുനിന്ന് അതിന് നിങ്ങൾക്ക് ഒരു 25 ദിവസം വേണം അതൊന്ന് പഠിച്ചു തീർക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ സിസ്റ്റം ഉണ്ട്, പോളിനോമിനൽസ് ഉണ്ട്, ക്വാഡ്രിക് ഇക്വേഷൻസ് ഉണ്ട്, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഉണ്ട്, പെർസെന്റേജ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സർക്കിൾസ് ഉണ്ട്, സോളിഡ്സ് ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, സെറ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് കവർ ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 25 ദിവസം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കിയത് ഇപ്പൊ GKക്കകത്താണേലും അതുപോലെ തന്നെ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിനകത്താണെങ്കിലും ഈ അരിത്തമെറ്റിക് മെൻസുറേഷനകത്താണെങ്കിലും ഓരോ ടോപ്പിക്ക് തിരിച്ച് പ്രത്യേകമായിട്ട് ഓരോ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ക്വസ്റ്റ്യനുകളും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യനുകളും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകളും എല്ലാം ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാനായിട്ട് സാധിക്കും. ഇതുവരെ വന്നിട്ടുള്ള PSC ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ, അതായത് പ്രത്യേകമായിട്ടുള്ള ഹെഡിങ്ങിൽ ഞാൻ തയ്യാറാക്കി
തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് റാങ്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഈ റാങ്ക് ഫയൽ വാങ്ങിയാൽ നിങ്ങൾക്ക് അധികം വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിലബസ് വരുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെ എത്ര ദിവസം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് GKയും ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടി 10 ദിവസം, എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന് 20 ദിവസം, അരിത്തമെറ്റിക് ആൻഡ് മെൻസ്ട്രേഷന് വേണ്ടിയിട്ട് 25 ദിവസം. അപ്പോൾ എത്ര ദിവസമായി? അപ്പോൾ 55 ദിവസമായി. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് എത്ര ദിവസമാണുള്ളത്? 15 ദിവസം കൂടിയാണ് നമുക്കിനി ബാക്കിയുള്ളത്. ഈ 15 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ റിവിഷൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. മോഡൽ എക്സാമുകൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പഠന നിലവാരം കൃത്യമായിട്ട് വിലയിരുത്താനും അതുകൊണ്ട് പഠന നിലവാരം എത്ര കണ്ട് ഉയർത്തണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പഠിക്കാനും സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ PSCയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇങ്ങനെയുള്ള പരീക്ഷകളിലെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ധാരാളമായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അത് റാങ്ക് ഫയലിനകത്ത് പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യന് ധാരാളം പ്രാധാന്യം നമ്മുടെ ഇങ്ങനെയുള്ള PSC പരീക്ഷകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ധാരാളമായിട്ട് നമ്മൾ കവർ ചെയ്യണം. ബാക്കിയുള്ള 15 ദിവസം നിങ്ങൾ മോഡൽ എക്സാമുകൾ ചെയ്യണം, പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും അവസാനം പ്രീവിയസ് ക്വസ്റ്റ്യനുകളും നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഈ രീതിയിലാണ് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താനും മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കാനും അതുപോലെ തന്നെ റാങ്ക് നേടാനും അതുപോലെ തന്നെ ജോലി ലഭിക്കാനും ഒക്കെ കാരണമാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തയ്യാറാക്കിയുള്ള റാങ്ക് ഫയലുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്കിൽ എത്താൻ സാധിക്കും. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.